ഹായ് ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. ഇന്ന് നമ്മളിവിടെ വരാനിരിക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും ഈ ഏരിയാസും കൂടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും. സോ ലെറ്റ് us ഡിസ്കസ് ദി ക്വസ്റ്റ്യൻസ്. Now let us get into the question, and the first question is, what would be the number of chromosome in endosperm of a plant with 42 chromosome at the root tip? So we know that root tip എന്ന് പറയുന്നത് ഒരു സൊമാറ്റിക് സെല്ലാണ്. സൊമാറ്റിക് സെൽ എന്ന് പറയുമ്പോൾ റീപ്രൊഡക്ഷന് ഇൻവോൾവ് ആവാത്ത സെല്ലിനെയാണ് സൊമാറ്റിക് സെൽ എന്ന് പറയുന്നത്. ആൻഡ് ദി സൊമാറ്റിക് സെൽ വിൽ ബി ഓൾവേസ് ഡിപ്ലോയിഡ് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ്. ആൻഡ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 42 ക്രോമോസോംസ് ആണ് റൂട്ട് ടിപ്പിലുള്ളത്. അതായത് സൊമാറ്റിക് സെല്ലായ റൂട്ട് ടിപ്പിൽ 42 ക്രോമോസോംസ് ഉണ്ട്. സോ 2n is equal to 42. ആൻഡ് വി നോ ദാറ്റ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമേറ്റ്സും ഉണ്ട്. ഗ്യാമേറ്റ്സ് ഹാപ്ലോയിഡ് ആണ്. ഗ്യാമറ്റോജെനസിസിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഗ്യാമേറ്റ് ഫോർമേഷൻ്റെ ടൈമിൽ മിയോസിസ് നടന്നിട്ടാണ് ഹാപ്ലോയിഡ് ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഇസ് n നമ്പർ ഓഫ് ക്രോമോസോം. അപ്പോൾ ഹിയർ n is equal to 42 divided by 2, that is 21. അപ്പോൾ ഇവിടെ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമോസോം എന്ന് പറയുന്നത് 21 ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് എൻഡോസ്പേം. എൻഡോസ്പേം എന്ന് പറയുമ്പോൾ ട്രിപ്ലോയിഡ് ആണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ബോട്ടണിയുടെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഇസ് 3n കണ്ടീഷൻ ആയിരിക്കും എൻഡോസ്പേമിൻ്റെ സെൽസിലുള്ളത്. ബിക്കോസ് പോളാർ ന്യൂക്ലിയൈ, 2 പോളാർ ന്യൂക്ലിയയും ഒരു മെയിൽ ഗ്യാമേറ്റും കൂടെ ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് എൻഡോസ്പേം ഫോം ചെയ്യുന്നത്. That is why it is 3n in condition. അപ്പോൾ ഇവിടെ endosperm is 3n. That's equal to 3 into 21. 63 chromosome ആയിരിക്കും endosperm cells present ആയിരിക്കുന്നത്. And that is the answer. Number of chromosome in endosperm cells are 63. The next question is, that is the second question is ploidy of ovary, anther, egg, pollen grain, male gamete and zygote. So ovary എന്ന് പറയുമ്പോൾ പ്ലാന്റ് ബോഡിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഡിപ്ലോയിഡ്. സോ ഓവറിയുടെ പ്ലോയിഡി ആണ് 2n കണ്ടീഷൻ. ആന്തർ സെൽസും പ്ലാന്റ് ബോഡിയിലുള്ള സ്ട്രക്ചർ ആണ് വിച്ച് ഇസ് ഡിപ്ലോയിഡ്. സോ ദിസ് ഇസ് ഓൾസോ 2n ഇൻ സ്ട്രക്ചർ, ഐ മീൻ നേച്ചർ. ആൻഡ് എഗ് സെൽ എന്ന് പറയുന്നത് ഓവറിയിലുള്ള മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ടാണ് ഫോം ചെയ്യുന്നത്. മിയോസിസിൻ്റെ പ്രോഡക്ട്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. സോ ദ എഗ് സെൽസ് ആർ ഹാപ്ലോയിഡ്. ദാറ്റ് ഇസ് n ഇൻ നേച്ചർ. പോളൻസ് എന്ന് പറയുന്നത് മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്നിട്ട് ഫോം ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ആൻഡ് ദേ ആർ ഓൾസോ ഹാപ്ലോയിഡ് ഇൻ നേച്ചർ. നൗ ദ നെക്സ്റ്റ് ഇസ് മെയിൽ ഗ്യാമേറ്റ്. മെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് പോളൻ്റെ അകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. പോളൻ ഇസ് ഓൾറെഡി ഹാപ്ലോയിഡ്. ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പോളൻ മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്തിട്ടാണ് മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത്. സോ മെയിൽ ഗ്യാമേറ്റ് ആർ ഓൾസോ ഹാപ്ലോയിഡ് ഇൻ നേച്ചർ. അതേപോലെ നെക്സ്റ്റ് ഇസ് സൈഗോട്ട് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റ് ആണ്. അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ് സെല്ലും അതേപോലെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമേറ്റും കൂടി ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഇസ് 2n in condition. So the zygote is diploid. So ആദ്യം നമ്മൾ പറഞ്ഞ ovary is diploid in nature. Anther is also diploid. Egg cells are haploid. Pollen is haploid. Male gamete is haploid and zygote is diploid. This is the ploidy. Now question number 3. Total number of meiotic division required for forming 100 zygote or 100 grains of wheat is. അതായത് 100 സൈഗോട്ടോ അല്ലെങ്കിൽ 100 ഗ്രെയിൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മിയോസിസ് ഡിവിഷനാണ് വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം സൈഗോട്ട് ഫോം ചെയ്യുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെ ഫെർട്ടിലൈസേഷൻ വഴിയാണ്. ഒരു മെയിൽ ഗ്യാമേറ്റും ഒരു ഫീമെയിൽ ഗ്യാമേറ്റും ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സോ ഗ്യാമറ്റോജെനസിസ് അതായത് ഗ്യാമേറ്റ് ഫോർമേഷൻ്റെ ടൈമിൽ നടക്കുന്ന ഡിവിഷനാണ് മിയോസിസ് ഡിവിഷൻ. നമുക്ക് ആദ്യം മെയിൽ ഗ്യാമേറ്റ് ഡെവലപ്മെൻറ്റ് നോക്കാം. മൈക്രോസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ടാണ് മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മിയോസിസ് നടക്കുമ്പോൾ ഡയാഡ്, ദാറ്റ് ഇസ് 2 സെൽഡ് സ്റ്റേജും
സെക്കൻഡ് മിയോസിസ് വരുമ്പോൾ ടെട്രാഡ് 4 സെൽഡ് സ്റ്റേജുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ 4 സെൽസിനെയാണ് മൈക്രോസ്പോർസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടക്കുമ്പോൾ 4 മൈക്രോസ്പോർസ് ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ 4 മൈക്രോസ്പോറും ഫെർട്ടൈലാണ് ആൻഡ് ദേ ക്യാൻ ഡെവലപ്പ് ഇൻ ടു ഫങ്ഷണൽ മെയിൽ ഗ്യാമേറ്റ്സ്. അപ്പോൾ ഒരു മിയോസിസ് നടക്കുമ്പോൾ 4 മൈക്രോസ്പോറോ 4 പോളൻ ഗ്രെയിൻസ് ആണ് ഫോം ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് ഇസ് മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് 1 നടക്കുമ്പോൾ ഡയാഡ് ആകും. മിയോസിസ് 2ൽ ടെട്രാഡ് സെല്ലാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ടെട്രാഡ് സെൽസ് എന്ന് പറയുന്നത് 4 മെഗാസ്പോർസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഈ 4 മെഗാസ്പോറിൽ നിന്ന് 3 ഡീജനറേറ്റ് ആയിട്ട് 1 മാത്രമേ ഫങ്ഷണൽ ആകുള്ളൂ. ഇവിടെ മൈക്രോസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടക്കുമ്പോൾ 4 ഫങ്ഷണൽ മൈക്രോസ്പോർസ് ഫോം ചെയ്യും. പക്ഷേ മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടക്കുമ്പോൾ ഒരു ഫങ്ഷണൽ മെഗാസ്പോറെ ഡെവലപ്പ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് 1 മിയോസിസ് നടക്കുമ്പോൾ 1 ഫങ്ഷണൽ മെഗാസ്പോർ ഇസ് ഫോംഡ്. ഒരു സൈഗോട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോസ്പോറും ഒരു മെഗാസ്പോറും വേണം. അപ്പോൾ 100 സൈഗോട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടോ 100 മൈക്രോസ്പോറും 100 മെഗാസ്പോർസും വേണം. സോ നമ്മൾ നേരത്തെ പറഞ്ഞു മൈക്രോസ്പോർ ഫോമേഷൻ, അതായത് 100 മൈക്രോസ്പോർസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മിയോസിസ് ഡിവിഷൻ വേണം? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു മിയോസിസിൽ 4 മൈക്രോസ്പോർ ഫോം ചെയ്യും. അപ്പോൾ 100 മൈക്രോസ്പോർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടോ 100 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 25 മിയോസിസ് ഡിവിഷൻ ആണ് വേണ്ടത്. 25 മിയോസിസ് ഡിവിഷൻ ഉണ്ടെങ്കിൽ 100 മൈക്രോസ്പോർസ് ഫോം ചെയ്യും. ഇനി മെഗാസ്പോർ ഫോമേഷൻ 100 ഫങ്ഷണൽ മെഗാസ്പോർ വേണമെന്നാണെങ്കിൽ 100 സൈക്കിൾ തന്നെ വേണം അല്ലേ? കാരണം എന്താണ്, ഒരു മിയോസിസ് നടക്കുമ്പോൾ ഒരു മെഗാസ്പോറെ ഫോം ചെയ്യുന്നുള്ളൂ. അപ്പോൾ 100 മെഗാസ്പോർസ് വേണമെങ്കിലോ 100 മിയോട്ടിക് സൈക്കിൾസും വേണം. ആൻഡ് നൗ ഇനി എന്താണ്, 100 സൈഗോട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മിയോസിസ് വേണം? ഇവിടെ നമുക്ക് 25 മിയോസിസ് മൈക്രോസ്പോർ ഫോം ചെയ്യാനും 100 മിയോസിസ് മെഗാസ്പോർ ഫോം ചെയ്യാനും വേണം. ദാറ്റ് ഈസ് 100 സൈഗോട്ട് ഫോം ചെയ്യാനായിട്ട് 100 + 25 ദാറ്റ് ഈസ് 125 മിയോട്ടിക് ഡിവിഷൻ ആണ് 100 സൈഗോട്ട് ഫോമേഷന് റിക്വയർഡ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ആൽഫ ഡൈവേഴ്സിറ്റി ഇസ് പ്രസൻറ്റ് എ വിത്തിൻ കമ്മ്യൂണിറ്റി, ബി ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി, സി റേഞ്ചസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഡി ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ ആൽഫ ഡൈവേഴ്സിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി വിത്തിൻ എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയാണ്. അതാണ് ആൽഫ ഡൈവേഴ്സിറ്റി. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ വിത്തിൻ കമ്മ്യൂണിറ്റി. നൗ ഓപ്ഷൻ ബി എന്താണ്, ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി. അപ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ഈസ് നോൺ ആസ് ബീറ്റ ഡൈവേഴ്സിറ്റി. ബീറ്റ ഡൈവേഴ്സിറ്റി ആണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് ഇസ് റേഞ്ചസ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഓവറോൾ ഡൈവേഴ്സിറ്റി ആണ്. പല ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ ഓവറോൾ ഡൈവേഴ്സിറ്റീനെയാണ് ഗാമ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ പല കമ്മ്യൂണിറ്റീസ് ഉണ്ടാകും. ആ കമ്മ്യൂണിറ്റീസിൽ കണ്ടുവരുന്ന ഓവറോൾ ഡൈവേഴ്സിറ്റീനെയാണ് ഗാമ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ വിത്തിൻ എ കമ്മ്യൂണിറ്റിയിലുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റീനെ ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറയും. ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് വരുന്നത് അവിടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റീനെ ബീറ്റ ഡൈവേഴ്സിറ്റി എന്ന് പറയും. റേഞ്ചസ് ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഇൻ എ റീജിയൻ ആണെങ്കിൽ അവിടുത്തെ സ്പീഷീസ് ഡൈവേഴ്സിറ്റീനെ ഗാമ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. Now the second question, which of the following is not an invasive alien species in the Indian context? A. Cynodon, B. Parthenium, C. Eichhornia and D. Lantana. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിലുള്ള പ്ലാന്റ് വെറൈറ്റീസിൽ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് അല്ലാത്ത ഏതാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് വാട്ട് ഇസ് എൻ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്? ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ നേറ്റീവ്, നോൺ ഇൻഡിജീനസ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്പീഷീസിനെയാണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പം നോർമലി ഒരു ജോഗ്രഫിക്കൽ ഏരിയ, നാച്ചുറൽ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് അല്ലാതെ പുറത്ത് നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസിനെയാണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്നോ എക്സോട്ടിക് സ്പീഷീസ് എന്നൊക്കെ പറയുന്നത്. സോ നമ്മൾക്ക് ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ നിന്നും നമുക്ക് ഇന്ത്യയിലുള്ള നേറ്റീവ് വെറൈറ്റി ഏതാണ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇൻഡിജീനസ് വെറൈറ്റി ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് വിൽ ബി ദ ഓപ്ഷൻ എ, സൈനോഡോൺ. സൈനോഡോൺ എന്ന് പറയുമ്പോൾ കറുകയില്ലേ, കറുകപ്പുല്ലാണ് സൈനോഡോൺ. പാർത്തീനിയം, ഐക്കോണിയ, ലന്റാന ഒക്കെ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്.
Now, question number 3. The one-horned rhinoceros is specific to which of the following sanctuary? Option A, Corbett Park. Option B, Kaziranga. Option C, Bandipur. And option D, Bitar Kanika. അപ്പം ഇത് നാലെണ്ണത്തിലും ഏത് നാഷണൽ പാർക്കിലാണ് വൺ ഹോൺ റൈനോസറിൻ്റെ കൺസർവേഷൻ ആയിട്ട് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നമുക്കറിയാം ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, കാസിരംഗ. കാസിരംഗ National Park is known for one-horned rhinoceros. And option A, Corbett National Park ആണെങ്കിൽ it is known for conservation of Bengal tiger. Bandipur is famous for tigers and Bitar Kanika എന്ന് പറയുന്നത് famous for salt water crocodile ആണ്. So our correct answer is option B, Kaziranga, and Kaziranga is known for one-horned rhinoceros. So now let us discuss the first problem. The following genotypes are crossed, that is capital A small a, capital B small b, capital C small c and capital D small d, crossed with capital A small a, capital B small b, capital C small c and capital D small d. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പാരന്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഹെട്രോസൈഗോട്ട് ആയിട്ടുള്ള പാരൻസ് ആണ്. ഈ രണ്ട് പാരന്റിൻ്റെ ജീനോട്ടിപ്പിക് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ സെയിം ആണ്. രണ്ട് പാരൻറ്റിൻ്റെയും ജീനോ ടൈപ്പ് സെയിം ആണ്. ഹെട്രോസൈഗോട്ട് കണ്ടീഷനാണ്, കംപ്ലീറ്റ് ഹെട്രോസൈഗോട്ട് കണ്ടീഷനാണ്. ഈ രണ്ട് പാരൻറ്റും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോജനികൾ എന്ന് പറയുമ്പോൾ പല ജീനോ ടൈപ്പ് കോമ്പിനേഷനുള്ള പ്രോജനികളെ കിട്ടും. ദർ വിൽ ബി ഡിഫറെൻറ്റ് പ്രോജനീസ്. പല പ്രോജനികൾക്കും ഉണ്ടാകും. ഈ പല പ്രോജനികൾക്കും പല ജീനോ ടൈപ്പും ആയിരിക്കും. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? ഈ പാരൻറ്റുകൾ രണ്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രോജനികൾക്ക് സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി ആൻഡ് സ്മോൾ ഡി, അതായത് കംപ്ലീറ്റ്ലി റെസസീവ് ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. Give the proportion of the progeny of this cross having the following genotypes: small a, small b, small c and small d. കംപ്ലീറ്റ് റെസസീവ് ആയിട്ടുള്ള ഓഫ് സ്പ്രിങ് വരാൻ വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ടൈ ഹൈബ്രിഡ് ക്രോസ് ആണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം. ഒരു പനറ്റ് സ്ക്വയർ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 4 അലീലി കോമ്പിനേഷൻ ആണ്. ഈ 4 അലീലി കോമ്പിനേഷൻ ഒരു പനറ്റ് സ്ക്വയർ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് സമയം എടുക്കും. നമ്മളിവിടെ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഒരു ഈസി മെത്തേഡ് എടുക്കാം. ദാറ്റ് ഈസ് ഓരോ അലീലും എടുത്തിട്ട് അതിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് ഓരോ റെസസീവ് അലീൽ വരാനായിട്ടുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അതിനുശേഷം അക്കോർഡിംഗ് ടു ദി മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി എല്ലാ ഈവൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ജീനോടൈപ്പ് ഓഫ് ദി ഓഫ് സ്പ്രിങ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് നമ്മൾ പാരന്റൽ ജീനോടൈപ്പ് എഴുതാം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ സി സ്മോൾ സി, ക്യാപിറ്റൽ ഡി സ്മോൾ ഡി, crossed with capital A small a, capital A small a, capital B small b, capital C small c and capital D small d. And ഈ ക്രോസിന് ശേഷം കിട്ടേണ്ട ഓഫ് സ്പ്രിങ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി ആൻഡ് സ്മോൾ ഡി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി വരണം. ഓഫ് സ്പ്രിങ്ങിൻ്റെ ജീനോ ടൈപ്പ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി റെസസീവ് ആയിട്ടുള്ളൊരു ഓഫ് സ്പ്രിങ്ങിൻ്റെ ജീനോ ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോജനിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആദ്യം എന്താ ചെയ്യണ്ടേ? എ അലീൽ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് അതിൽ നിന്നും സ്മോൾ എ വരാനായിട്ടുള്ള പ്രോബബിലിറ്റി, പിന്നെ ബി അലീൽ ക്രോസ് ചെയ്തിട്ട് അതിൽ നിന്നും സ്മോൾ ബി വരാനും, സി അലീൽ ക്രോസ് ചെയ്യുമ്പോൾ സി അലീലിൽ നിന്നും സ്മോൾ സി വരാനുള്ള കോമ്പിനേഷനും, ഡി അലീൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ഡി വരാനായിട്ടുള്ള പോസിബിലിറ്റി ചെയ്തിട്ട് എല്ലാ ഇവൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ പ്രോബബിലിറ്റി. സോ ഫസ്റ്റ് നമുക്ക് എ അലീൽ ചെയ്യാം. സോ ഫസ്റ്റ് ഇസ് എ അലീൽ, ക്യാപിറ്റൽ എ സ്മോൾ എ ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ എ സ്മോൾ എ. അപ്പം ഇവിടെ ഈ ഒരു ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ഗ്യാമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എ ഗ്യാമേറ്റ് വരും ആൻഡ് ഇവിടെ സ്മോൾ എ ഗ്യാമേറ്റും വരും. ദീസ് ആർ ദ കോമ്പിനേഷൻ. ഇനി അടുത്ത കേസ് സെക്കൻഡ് പാരൻറ്റിൽ നിന്നും സെയിം തന്നെയാണ്. ക്യാപിറ്റൽ എ ഗ്യാമേറ്റും വരും, സ്മോൾ എ ഗ്യാമേറ്റും വരും. ഇനി ഇവർ തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഓഫ് സ്പ്രിങ്ങിൻ്റെ കോമ്പിനേഷൻ നോക്കാം. ക്യാപിറ്റൽ എ ഫ്രം ദി ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എ ഫ്രം ദി സെക്കൻഡ് പാരൻറ്റിൽ നിന്നുമാണ് ക്രോസ് ചെയ്ത് വരുന്നതെങ്കിൽ ദ ഓഫ് സ്പ്രിങ് വിൽ ബി ക്യാപിറ്റൽ എ, കംപ്ലീറ്റ് ഹോമോസൈഗസ് ഡോമിനൻറ്റ് കണ്ടീഷൻ. ഇനി ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എ അലീലും
സെക്കൻഡ് പാരൻറ്റിൽ നിന്നും സ്മോൾ എ അലീലുമാണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹെട്രോസൈഗോട്ട്. ക്യാപിറ്റൽ എ സ്മോൾ എ ആയിരിക്കും. ഇനി ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും റെസസീവ് അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും ഡോമിനൻ്റ് അലീലുമാണ് വരുന്നതെങ്കിലോ ദാറ്റ് ഓൾസോ വിൽ ബി ക്യാപിറ്റൽ എ സ്മോൾ എ ഹെട്രോസൈഗോസ് ഡോമിനൻറ്റ്. ഇനി ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും റെസസീവ് അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും റെസസീവ് അലീലാണ് വരുന്നതെങ്കിൽ സ്മോൾ എ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ ഓൾ ടുഗെദർ പോസിബിലിറ്റി ഓഫ് ദി ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ എ സ്മോൾ എ ആൻഡ് സ്മോൾ എ. അപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്നതൊന്നും ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. ഓൾ ദ പോസിബിലിറ്റീസ് ആർ ഹോമോസൈഗസ് ഡോമിനൻറ്റ്, ഹെട്രോസൈഗോട്ട് ഡോമിനൻറ്റ് ആൻഡ് ഹോമോസൈഗസ് റെസസീവ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹോമോസൈഗസ് ഡോമിനൻ്റ് ഉണ്ട്, രണ്ട് ഹെട്രോസൈഗോട്ട് ഡോമിനൻ്റും ഉണ്ട്, ഒരു ഹോമോസൈഗസ് റെസസീവും ഉണ്ട്. ഓൾ ടുഗെദർ 4 പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഈ 4 പോസിബിലിറ്റിയിൽ നിന്നും ഒരെണ്ണമായിരിക്കും സ്മോൾ എ. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കംപ്ലീറ്റ്ലി റെസസീവ് എ അലീലാണ് എത്രയായിരിക്കും? 1 out of 4. 4 പോസിബിലിറ്റിയിൽ ഒരെണ്ണമാണ് സ്മോൾ എ. സോ ദറ്റ് വിൽ ബി ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്മോൾ എ ഈസ് 1/4. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ദാറ്റ് ഇസ് ബി അലീൽ. ബി അലീൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഇവിടെ ഗാമേറ്റ് ഫോർമേഷനും അതേപോലെ ഓഫ് സ്പ്രിങ്ങിൻ്റെ പോസിബിലിറ്റിയും സെയിം കൈൻഡ് ഓഫ് റേഷ്യോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ നേരത്തെ എ അലീൽക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ പോസിബിലിറ്റി ബി അലീലിൻ്റെ പോസിബിലിറ്റി നോക്കാം. അപ്പം നമുക്ക് ഇവിടെ കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആയിട്ടുള്ള ബി അലീൽ ഉണ്ടാകും, ഹെട്രോസൈഗോട്ട് ബി അലീൽ ഉണ്ടാകും, അതേപോലെ റെസസീവ് ബി അലീലും ഉണ്ടാകും. അപ്പോൾ ഹിയർ 1 will be completely dominant homozygous condition, dominant heterozygous condition 2 എണ്ണവും ആൻഡ് ഹോമോസൈഗസ് റെസസീവ് എന്ന് പറയുമ്പോൾ ഒരെണ്ണവുമായിരിക്കും. അപ്പോൾ ഇവിടെ ഓൾ ടുഗെദർ എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 പോസിബിലിറ്റി ഉണ്ട്. അതിൽ ഒരെണ്ണമായിരിക്കും സ്മോൾ ബി. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്മോൾ ബി വിൽ ബി 1/4. സെയിം കണ്ടീഷൻ തന്നെയാണ് സി അലീലിനും ഉള്ളത്. സി അലീൽ എടുത്തു കഴിഞ്ഞാൽ തേർഡ് കോമ്പിനേഷൻ ആണ്. സി അലീൽ എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സി സ്മോൾ സി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ സി സ്മോൾ സി ആണെങ്കിൽ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഹോമോസൈഗസ് ഡോമിനൻറ്റ് സി അലീൽ, ഹെട്രോസൈഗോട്ട് സി അലീൽ, ഹെട്രോസൈഗോസ് ഡോമിനൻറ്റ് സി അലീൽ ആൻഡ് റെസസീവ് സി അലീലായിരിക്കും വരുന്നത്. ദാറ്റ് ഇസ് ഹോമോസൈഗസ് കണ്ടീഷൻ. അപ്പോൾ ഓൾ ടുഗെദർ ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 പോസിബിലിറ്റി ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ഒരെണ്ണമായിരിക്കും what completely recessive homozygous condition. So probability of getting small c എത്രയാണ്? 1/4. ഇനി ഡി അലീൽ നോക്കാം. ഡി അലീൽ ക്യാപിറ്റൽ ഡി സ്മോൾ ഡി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ഡി സ്മോൾ ഡി. അഗൈൻ ഇവിടെ ക്യാപിറ്റൽ ഡി ഹോമോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഡി അലീലുണ്ട്, heterozygous dominant D allele, heterozygote dominant D allele and homozygous recessive D allele ഉണ്ട്. ഇവിടെ 4 പോസിബിലിറ്റി ഉണ്ട്. ഈ 4 പോസിബിലിറ്റിയിൽ ഒരെണ്ണമായിരിക്കും ഹോമോസൈഗസ് റെസസീവ്. പി ഓഫ് ഗെറ്റിംഗ് സ്മോൾ ഡി എത്രയാണ്? 1 out of 4. ഇനി നമുക്ക് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 2 റൂളാണുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ റൂളും അഡീഷൻ റൂളും. മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുമ്പോൾ ആൻഡ് എന്ന് പറയുന്ന ടേം ആണ് നമുക്ക് വരുന്നതെങ്കിൽ വിൽ മൾട്ടിപ്ലൈ ദാൻ. ആൻഡ് ഇഫ് ഓർ എന്ന് പറയുന്ന ടേം ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, അഡീഷൻ ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്മോൾ എ ആൻഡ് സ്മോൾ ബി ആൻഡ് സ്മോൾ സി ആൻഡ് സ്മോൾ ഡി. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്മോൾ എ ഓർ സ്മോൾ ബി ഓർ സ്മോൾ സി ഓർ സ്മോൾ ഡി എന്നല്ലല്ലോ, ആൻഡ് അല്ലേ. ഇപ്പോൾ പാരന്റൽ കോമ്പിനേഷനിൽ എല്ലാവരും ഉണ്ട്, ആ എല്ലാവരും തന്നെ ഓഫ് സ്പ്രിങ്ങിലും വേണം. സോ ഹിയർ ആൻഡ് റൂളാണ് വരുന്നത്. സോ ആൻഡ് റൂൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ വന്നു കഴിഞ്ഞാൽ ആൻഡ് ആണ് വരുന്നത്. ആൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ കോമ്പിനേഷൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് small a into probability of getting small b into probability of getting small c into probability of getting small d ചെയ്യുക. So what we get the answer is 1/4 into 1/4 into 1/4 into 1/4.
So that will be 1/256. അപ്പോൾ ഇവിടെ ഓൾ ടുഗെദർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 256 ഓഫ് സ്പ്രിങ്സ് ഉണ്ട്, 256 പ്രോജനികളുണ്ട്. അതിൽ ഒരാളായിരിക്കും ഈ കംപ്ലീറ്റ് ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ. പി ഓഫ് സ്മോൾ എ സ്മോൾ എ സ്മോൾ ബി സ്മോൾ ബി സ്മോൾ സി സ്മോൾ സി സ്മോൾ ഡി സ്മോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി 1 ഔട്ട് ഓഫ് 256. 256 പ്രോജനികളിൽ ഒരു പ്രോജനി പ്രോബബിലിറ്റി ആയിരിക്കും സ്മോൾ എ സ്മോൾ എ സ്മോൾ ബി സ്മോൾ ബി സ്മോൾ സി ആൻഡ് സ്മോൾ ഡി. സോ ക്ലിയർ അല്ലേ? നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 2 parents are heterozygote for albinism. What is the probability of their child being albinism? അപ്പോൾ നമുക്ക് ആൽബിനിസം എന്ന് പറയുമ്പോൾ ഒരു ഹോമോസൈഗസ് റെസസീവ് ഡിസോർഡർ ആണ്. അതായത് സ്മോൾ എ അതെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസസീവ് അലീൽ ഫോർ ആൽബിനിസം ഉണ്ടെങ്കിലാണ് ദ ചൈൽഡ് വിൽ ബി ആൽബിനിസ്റ്റിക്. അപ്പോൾ ആൽബിനിസം വരണമെന്നാണെങ്കിൽ കംപ്ലീറ്റ് റെസസീവ് കണ്ടീഷൻ ആയിരിക്കണം അലീൽ ഉണ്ടാകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് പാരൻസ് ഹെട്രോസൈഗോട്ടാണ്. ക്യാപിറ്റൽ എ സ്മോൾ എ ക്രോസ് ക്യാപിറ്റൽ എ സ്മോൾ എ ആണ്. പാരൻസ് ആർ ഹെട്രോസൈഗോട്ട്. അപ്പോൾ ദേ ആർ കാരിയേഴ്സ്. പാരൻസ് കാരിയേഴ്സ് ആണ് ആൻഡ് ദേ ആർ ഹെട്രോസൈഗോട്ട്. ഇവർക്ക് എന്താണ് ഡിസീസ് ഇല്ല, ആൽബിനിസം ഇല്ല. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഓഫ് സ്പ്രിങ്ങിൽ ആൽബിനിസം വരാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ഇവിടെ പാരൻറ്റിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ഗാമേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം സോർട്ട് ഔട്ട് ചെയ്യാം. ക്യാപിറ്റൽ എ ദാറ്റ് ഇസ് ഡോമിനൻ്റ് എ അലീൽ വരാം, റെസസീവ് എ അലീലുള്ള ഗാമേറ്റും വരാം. സെക്കൻഡ് പാരൻറ്റിൽ നിന്നും സെയിം പോസിബിലിറ്റിയാണ്. ഒരു ഡോമിനൻ്റ് എ അലീലുള്ള ഒരു ഗാമേറ്റും വരാം, റെസസീവ് എ അലീലുള്ള ഗാമേറ്റും വരാം. ഇനി ഇവർ തമ്മിൽ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഔട്ട്കം ആയിരിക്കും പോസിബിൾ എന്ന് നോക്കാം. ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എ അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എ അലീലും വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ക്യാപിറ്റൽ എ ഓഫ് സ്പ്രിങ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡോമിനൻറ്റ് ഹോമോസൈഗസ് ആയിട്ടുള്ള ഓഫ് സ്പ്രിങ് ആയിരിക്കും വരുന്നത്. ഇനി ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എയും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും റെസസീവ് എ അലീലുമാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഓൾസോ വിൽ ബി എ ഹെട്രോസൈഗോട്ട് അലീൽ, ക്യാപിറ്റൽ എ സ്മോൾ എ കണ്ടീഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും സ്മോൾ എ അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എ അലീലും വന്നു കഴിഞ്ഞാലോ അതും നേരത്തെ പറഞ്ഞ പോലെ ഹെട്രോസൈഗോട്ട് ഡോമിനൻറ്റ് കണ്ടീഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് സ്മോൾ എ അലീൽ ഫ്രം ദി ഫസ്റ്റ് പാരൻറ്റ് ആൻഡ് സ്മോൾ എ അലീൽ ഫ്രം ദി സെക്കൻഡ് പാരൻറ്റ് ആണ് വരുന്നതെങ്കിൽ ദിസ് വിൽ ബി എ റെസസീവ് ഹോമോസൈഗസ് കണ്ടീഷൻ. ഇപ്പം ഇവിടെ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ അത് കാരിയർ ആണോ അല്ലെങ്കിൽ ആൽബിനിസം ആണോ? ഇത് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആയിട്ടുള്ള കേസാണ്. ഡോമിനൻ്റ് കേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ നോർമൽ ഓഫ് സ്പ്രിങ്. അപ്പം നോർമൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ് ആണ് ക്യാപിറ്റൽ എ വന്നു കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉള്ളത്. ഇനി ഹെട്രോസൈഗോട്ടാണ് ക്യാപിറ്റൽ എ സ്മോൾ എ. ഹെട്രോസൈഗോട്ട് എന്ന് പറഞ്ഞാലും നോർമൽ ആണ്, ബട്ട് ദേ വിൽ ബി കാരിയർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്മോൾ എ അലീലുണ്ട്. സ്മോൾ എ അലീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ആൽബിനിസം കോസ് ചെയ്യുന്നത്. ഇനി സ്മോൾ എ അലീൽ വന്നാലോ ഇറ്റ് വിൽ കോസ് ആൽബിനിസം. ആൽബിനിസം എന്ന് പറയുന്നത് ആ റെസസീവ് ഹോമോസൈഗസ് ഡിസോർഡർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓഫ് സ്പ്രിങ് പോസിബിലിറ്റീസ് ഉണ്ട്. ക്യാപിറ്റൽ എ സ്മോൾ എ ആൻഡ് സ്മോൾ എ. ഇതിൽ നിന്നും ഒരാളായിരിക്കും സ്മോൾ എ വരുന്നത്. അങ്ങനെയുള്ള ആ ഒരാളായിരിക്കും ആൽബിനിസം കാണിക്കുന്നത്. അപ്പോൾ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ചൈൽഡ് ബീയിങ് ആൽബിനിസം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്മോൾ എ ആണ് ദ ചൈൽഡ് ബീയിങ് ആൽബിനിസം. child with albinism. So that will be 1 out of 4. 4 ഒരാളായിരിക്കും സ്മോൾ എ. So the child being albinism is 1/4. The answer is 1/4. So clear അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. So now let us discuss the next question. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. So when a homozygous plant that produce purple fruit is crossed with a homozygous plant that produce white fruit. Purple fruit is dominant over white fruit and the F1 progeny is violet in color. The F1 plant is test crossed. What proportion of the progeny from the cross will be white? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഹോമോസൈഗസ് ആയിട്ടുള്ള പർപ്പിൾ ഫ്രൂട്ടും ഹോമോസൈഗസ് ആയിട്ടുള്ള വൈറ്റ് ഫ്രൂട്ടുമാണ്.
സോ ലെറ്റ്സ് ടേക്ക് എ പി അലീലായിട്ട് എടുക്കാം. ഹോമോസൈഗസ് ഡോമിനൻറ്റ് കണ്ടീഷൻ ആണെങ്കിൽ ദ ഫ്രൂട്ട് വിൽ ബി പർപ്പിൾ. നൗ ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിലോ ദ ഫ്രൂട്ട് വിൽ ബി വൈറ്റ്. അപ്പോൾ പർപ്പിൾ ആണ് ഡോമിനൻറ്റ് ആൻഡ് വൈറ്റ് ഇസ് റെസസീവ്. നൗ ഹെട്രോസൈഗോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വയലറ്റ് ആണ്. ഹെട്രോസൈഗോട്ട് ഇസ് വയലറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ. ദാറ്റ് ഇസ് പർപ്പിളിൻ്റെയും വൈറ്റിൻ്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കളറാണ് വയലറ്റ് എന്ന് പറയുന്നത്. അതാണ് ഹെട്രോസൈഗോട്ടിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്രോസ് എന്ന് പറയുമ്പോൾ capital P, a purple homozygous fruit is crossed with a small p, a complete homozygous recessive white fruit. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ വരാൻ ചാൻസ് ഉള്ള ഗാമേറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാരന്റിൽ നിന്നും ക്യാപിറ്റൽ പിയും സെക്കൻഡ് പാരന്റിൽ നിന്നും സ്മോൾ പി ഗാമേറ്റും വരാം. ആൻഡ് ഇവർ ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ പോസിബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ പി ആൻഡ് സ്മോൾ പി ആണ്. ആൻഡ് ദാറ്റ് ഇസ് എ വയലറ്റ് ഫ്രൂട്ട്. ഇനി ഇതാണ് F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? F1നെ ടെസ്റ്റ് ക്രോസ് ചെയ്തു. വാട്ട് ഇസ് ടെസ്റ്റ് ക്രോസ്? ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസസീവ് പാരന്റുമായിട്ടുള്ള ക്രോസ് ആണ്. അപ്പോൾ സ്മോൾ പി ഓർ എ വൈറ്റ് ഫ്രൂട്ടുള്ള പ്ലാന്റ് ആയിട്ട് ക്രോസ് ചെയ്യണതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ F1 എന്ന് പറയുമ്പോൾ എന്താണ്? ഹെട്രോസൈഗോട്ടാണ്. ക്യാപിറ്റൽ പി സ്മോൾ പി ഇസ് ക്രോസ്ഡ് വിത്ത് സ്മോൾ പി. അപ്പോൾ ക്യാപിറ്റൽ പി സ്മോൾ പിയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഗാമേറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ക്യാപിറ്റൽ പി ഗാമേറ്റും വരും, ഒരെണ്ണം സ്മോൾ പി ഗാമേറ്റും വരും. ഇവിടെ ആകെ സ്മോൾ പി മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്മോൾ പി ഗാമേറ്റേ വരുള്ളൂ. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പി ഫ്രം ഫസ്റ്റ് പാരന്റ് ആൻഡ് സ്മോൾ പി ഫ്രം സെക്കൻഡ് പാരന്റ് വരുമ്പോൾ ക്യാപിറ്റൽ പി സ്മോൾ പി, ആൻഡ് സ്മോൾ പി ഫ്രം ഫസ്റ്റ് പാരന്റ് ആൻഡ് സ്മോൾ പി ഫ്രം സെക്കൻഡ് പാരന്റ് വരുമ്പോൾ സ്മോൾ പി. ഇങ്ങനെ ഒരു ഇതാണെങ്കിലോ എന്ത് ഫ്രൂട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് എ ഹെട്രോസൈഗോട്ട്. ഹെട്രോസൈഗോട്ട് എന്ന് പറയുമ്പോൾ വയലറ്റ് ഫ്രൂട്ടാണ്. ആൻഡ് ഹിയർ ഇസ് ഹോമോസൈഗസ് റെസസീവ്, അത് വൈറ്റ് ഫ്രൂട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? F1നെ ടെസ്റ്റ് ക്രോസ് ചെയ്ത് കഴിയുന്നതിന് ശേഷം പി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ഫ്രൂട്ട്. പി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് സ്മോൾ പി ആണ്. നമുക്കിവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഒരു വയലറ്റും ഉണ്ട്, ഒരു വൈറ്റും ഉണ്ട്. 1 വയലറ്റ് ആൻഡ് 1 വൈറ്റ്. ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഒരെണ്ണമായിരിക്കണ്ടേ വൈറ്റ്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് white fruit is 1/2. 1 out of 2 will be a white fruit. Clear ആണോ? സോ നമുക്ക് ചെർഗാഫ് റൂൾ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് പ്രോബ്ലം ഇസ് എ പീസ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഹാസ് 30% ഓഫ് അഡിനൈൻ ആൻഡ് വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ അഡിനൈൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് അഡിനൈൻ എത്രയാണ്? 30% ആണ്. ആൻഡ് നമുക്കറിയാം അഡിനൈൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമീൻ. അപ്പോൾ അക്കോർഡിംഗ് ടു ചെർഗാഫ് റൂൾ അഡിനൈൻ്റെ പെർസെൻറ്റേജ് വിൽ ബി ഈക്വൽ ടു percentage of thymine. So here percentage of thymine എത്രയായിരിക്കും? അഡിനൈൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും തൈമീൻ്റെ പെർസെൻറ്റേജ്. സോ percentage of thymine will be equal to 30%. Now നമുക്ക് A plus T എത്രയുണ്ടെന്ന് നോക്കാം. Now A plus T will be equal to 30 plus 30 that is equal to 60. അപ്പോൾ DNA-യിൽ അഡിനിൻ തൈമീൻ കണ്ടന്റ് എന്ന് പറയുമ്പോൾ 60% ആയിരിക്കും. നൗ നമുക്ക് G plus C കണ്ടന്റ് എത്രയുണ്ടെന്ന് നോക്കാം. ഇൻ ദ DNA G plus C കണ്ടന്റ് വിൽ ബി ഈക്വൽ ടു 100 മൈനസ് 60. കാരണം എന്താണ്? നമ്മൾ പെർസെൻറ്റേജിലാണ് പറയുന്നത്. അപ്പോൾ 100%ൽ 60% ആണ് അഡിനിൻ പ്ലസ് തൈമീൻ. നൗ ബാക്കി റിമൈനിങ് ആയിരിക്കും ഗ്വാനിൻ പ്ലസ് സൈറ്റോസിൻ. അപ്പോൾ 100%ൽ നിന്ന് 60% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് G plus C കണ്ടന്റ് കിട്ടും. സോ G plus C കണ്ടന്റ് ഇസ് ഈക്വൽ ടു 40%. Now according to Chergaff's rule, percentage of guanine will be equal to percentage of cytosine. അപ്പോൾ G plus Cയിൽ നിന്നും നമുക്ക് ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ആൻഡ് ഗ്വാനിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 40 ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 20%. നൗ സൈറ്റോസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്രയാണ്? സെയിം ആസ് ദാറ്റ് ഓഫ് ഗ്വാനിൻ ആണ്. സോ ദാറ്റ് ഇസ് ഓൾസോ 20%. നമുക്കിവിടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ അഡിനൈൻ്റെ പെർസെൻറ്റേജ് 30 ആണ്, തൈമീൻ്റെ പെർസെൻറ്റേജും 30 ആണ്.
ആൻഡ് നൗ ഗ്വാനിൻ്റെ പെർസെൻറ്റേജ് എത്രയുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ ഇസ് 20%. ആൻഡ് വി ഹാവ് ദ സൈറ്റോസിൻ ഓൾസോ ഫ്രം ഹിയർ. സൈറ്റോസിൻ്റെ പെർസെൻറ്റേജും 20% ആണ്. സോ നമ്മളുടെ പ്രോബ്ലം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എല്ലാ പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്താൽ മതി. സോ വി ഷുഡ് ഗെറ്റ് 100%. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോബ്ലം ശരിയാണ്. ആൻഡ് ഹിയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഗ്വാനിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ്. സോ അവർ ആൻസർ ഇസ് പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ ഇസ് 20%. So now നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഇഫ് വൺ സെൽ ഹാസ് 80 കണ്ടന്റ് 40%, വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ റെസിഡ്യൂ? അപ്പോൾ നമുക്ക് A+T എത്രയാണെന്ന് തന്നിട്ടുണ്ട്. A+T അല്ലെങ്കിൽ 80 കണ്ടന്റ് ഇസ് 40%. നൗ നമുക്ക് ഗ്വാനിൻ റെസിഡ്യൂ എത്രയുണ്ടെന്ന് നോക്കണം. അപ്പം 80 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് GC പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. GC കണ്ടന്റ് ഓർ G+C എത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഇസ് 100 - 40. വൈ 100 - 40? ഇപ്പം നമ്മൾ പെർസെൻറ്റേജ് പറയുന്നത് 100%-ലാണ്. 100%-ൽ 40% ആണ് 80 കണ്ടന്റ്. അതിൻ്റെ ബാക്കിയായിരിക്കും GC കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് 100 - 40 ചെയ്യുന്നത്. സോ വിൽ ബി ഹാവിങ് 60% ഓഫ് GC കണ്ടന്റ്. 60% ഓഫ് GC കണ്ടന്റ് ആണുള്ളത്. ആൻഡ് ഇനി ഇതിൽ നിന്ന് നമുക്ക് ജിയുടെയും സിയുടെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. So percentage of guanine will be 60 divided by 2, that is 30. അതേപോലെ തന്നെ percentage of cytosine will also be same, that is 30. According to Chergaff's rule, percentage of guanine will be equal to percentage of cytosine. So 30% ആയിരിക്കും guanineും 30% ആയിരിക്കും cytosine ഉണ്ടാകുന്നത്. Now നമുക്ക് ഇതിൽ നിന്നും അഡിനൈൻ്റെയും തൈമീൻ്റെയും പെർസെൻറ്റേജും കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് ഓഫ് adenine will be equal to 40 divided by 2, that is 20%. And percentage of thymine എത്രയായിരിക്കും? Again 20% ആയിരിക്കും. കാരണം എന്താണ്? percentage of adenine will be equal to percentage of thymine. അപ്പോൾ നമുക്ക് എല്ലാം ഈ പറയുന്ന അഡിനൈൻ്റെ പെർസെൻറ്റേജും ഗ്വാനൈൻ്റെ പെർസെൻറ്റേജും സൈറ്റോസിൻ്റെ പെർസെൻറ്റേജും അതേപോലെ തൈമീൻ്റെ പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 100 കിട്ടുവാണെങ്കിൽ അവർ ആൻസർ ഇസ് കറക്റ്റ്. എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ 100 കിട്ടണം. സോ ഹിയർ ദ പെർസെൻറ്റേജ് ഓഫ് ഗ്വാനിൻ ഇസ് 30%. ദാറ്റ് ഇസ് ദ ആൻസർ.